ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ഒരു ചെറിയ വീഡിയോ കണ്ടാലോ? നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പവും കടലക്കറി ആക്കാമെന്നാണ് എൻ്റെ തീരുമാനം. അതിന് വേണ്ടിയിട്ട് വെള്ളപ്പത്തിനുള്ള മാവ് അരയ്ക്കുന്നതാട്ടോ നിങ്ങളെ കാണുന്നത്. രാവിലെ തന്നെ ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് അരയ്ക്കുന്ന വീഡിയോ ആട്ടോ ഞാൻ എടുക്കുന്നത്. ഫസ്റ്റത്തെ ഒരു ഭാഗം അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇന്ന് സെക്കൻഡ് പാർട്ടാട്ടോ ഈ അരയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെയോട്ട് അരയ്ക്കുക. കുറച്ച് പഞ്ചസാര ഒരു 2 സ്പൂൺ ഇടും. പിന്നെ നേരത്തെ എടുത്തത് ആ അടപ്പിൻ്റെ ഒരു കുറച്ച് ഭാഗം ഈസ്റ്റിട്ടിട്ട് ആണ് ഞാൻ വെള്ളപ്പത്തിന് അരയ്ക്കാറ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളപ്പത്തിന് നമ്മൾ അത്യാവശ്യം പേസ്റ്റ് പോലെയാണല്ലോ അരയ്ക്കുക. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ സ്പൂണായിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ. ചിലർ കൈയിട്ട് ഇളക്കും. കൈയിട്ട് ഇളക്കുമ്പോഴേക്കും എന്തോ അത്ര ഇഷ്ടം തോന്നാറില്ല. പിന്നെ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതാണ് എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ നാളത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി സമയമായിട്ടുണ്ട്. ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചാലോ? അതിന് ഇപ്പോൾ ഏട്ടൻ വരുമ്പോൾ കട്ട്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കട്ട്ലേറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. കാരണം ഇപ്പം നോമ്പായതുകൊണ്ട് വൈകുന്നേരം അവരുണ്ടാക്കിയതുകൊണ്ടാണ് തോന്നുന്നു. നല്ല ചൂട് കട്ട്ലേറ്റാണ്. നല്ല കട്ട്ലേറ്റാണ് കേട്ടോ. അതും ഒരിക്കൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണത്. അപ്പോൾ 3 കട്ട്ലേറ്റ് വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് നല്ല കട്ടൻ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ഞാൻ കട്ടൻ കാപ്പി അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്തോ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നി. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ഏലക്കായും ഇട്ട് വെച്ച കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചൂട് കട്ടൻ കാപ്പി കുറച്ചുകൊണ്ട് കുടിച്ചാൽ നല്ലൊരു ആശ്വാസമല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കട്ട്ലേറ്റ് ആദ്യം ഒന്ന് നോക്കി, അതൊന്നും കൂടി ചെറുതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ മറ്റേത് എടുത്തു. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നോക്കുന്നുണ്ട് എല്ലോടും ഒരുപോലെയൊക്കെ തന്നെ അല്ലേ എന്നാണ് ഞാൻ ഈ നോക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു കഷ്ണം നമ്മുടെ കട്ട്ലേറ്റ് കടിച്ചിട്ടാണ് കഴിക്കാൻ നോക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ തോന്നുന്നു. ആ ചൂടുണ്ടെന്ന് എന്തോ നല്ല ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കട്ട്ലേറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ കട്ട്ലേറ്റിന്. അപ്പോൾ കട്ട്ലേറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കട്ട്ലേറ്റും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ ഞങ്ങൾ കണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.